ഹലോ ഫ്രണ്ട്സ്, യെസ്, നമ്മൾ തേർഡ് യൂണിറ്റിൽ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഈസ് ഗോയിങ് ടു ബി ഡിസ്കസ്ഡ് ടുഡേ. വളരെ പ്രധാനപ്പെട്ട ഏരിയ നമുക്ക് ചർച്ച ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഗ്രാമർ, യു നോ. സോ you have to keep your notebook and textbook and everything with you ഒക്കെ കയ്യിലുണ്ടാവണം. പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നല്ലോണം ശ്രദ്ധിച്ചിരുന്നാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന തലത്തിലാണ് പറയാം. അത്രയും സിമ്പിളായിട്ടാണ് പറയാം. ചില ഫോർമുലകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് എഴുതിയെടുക്കണം. നമ്മൾ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റികൾ വരുമ്പോൾ പോസ് ചെയ്ത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പോസ് ചെയ്ത് ഒറ്റയ്ക്ക് എഴുതണം. അതിന് ശേഷം ബാക്കി തുടർന്ന് കേൾക്കുക. നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ if you follow these instructions, surely you can understand everything and you can make use of it in your everyday English, right? വളരെ ശ്രദ്ധിച്ച് ചെയ്യണേ. Shall we start? Yes. Now, first activity is consider the following sentence from the story The Best Investment I Ever Made. നോക്കണേ. Excuse me doctor, I wonder if I might introduce myself. നമുക്കറിയുന്ന സെന്റൻസ് ആണ്. This is a very formal way of introducing oneself. നമ്മളിപ്പോൾ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാം, ഹായ് ഫ്രണ്ട്സ്, ഹലോ ഡിയർ, ഹായ് പേര് പറയാം, അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഐ ആം എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ ചെയ്യുള്ളൂ. നോക്കി, എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഇത് വളരെ ഔപചാരികമായ രീതിയാണ്, നമുക്കതറിയാം. ശ്രദ്ധിക്കണേ. Can you complete the following table with formal and informal expressions wherever necessary? അതാണ് നമ്മുടെ ടാസ്ക്. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഫോർമൽ, ഇൻഫോർമൽ, സെമി ഫോർമൽ എന്നൊക്കെ പറഞ്ഞ് 3 തലത്തിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അത് ആ തലത്തിൽ വിശദീകരിക്കൽ ഇവിടെ ബുദ്ധിമുട്ടാണ്. കുറേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പറയേണ്ടതുണ്ട്. ഇവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. അത് മാത്രം വെച്ചിട്ട് ചെറിയൊരു 10ാം ക്ലാസ് എസ്എൽസിക്കുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് കാണാതെ. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഇത് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ശ്രദ്ധിക്കണേ. അതായത് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭാഷ കമ്മ്യൂണിക്കേഷനാണ്. അതിനുപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളാണ് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണമായിട്ട് നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ, ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മൾ ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ല നമ്മൾ എന്താ പറയാ, ബഗിയ പാടനെന്നൊക്കെ പറയും. അവസാനം നമ്മൾ പോകുന്ന യാത്ര പറയുമ്പോൾ സി യു എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട്, അതായത് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, അങ്ങനെ ആ തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വപ്പം ഗ്രീറ്റ് ചെയ്യാനുള്ള ഒരുപാട് എക്സ്പ്രഷനുകളുണ്ട്. പിന്നെ പെർമിഷൻ ചോദിക്കാനുള്ള എക്സ്പ്രഷനുകൾ, അതുപോലെ തന്നെ അപ്പോളജൈസ് ചെയ്യാനുള്ളത്, അതുപോലെ അഡ്വൈസ് കൊടുക്കാനുള്ളത്, ഇങ്ങനത്തെ ഒരുപാട് എക്സ്പ്രഷനുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ചെണ്ണം പരിചയപ്പെടാണ്. അതിൽ ആ എക്സ്പ്രഷനുകളിൽ ഏതൊക്കെയാണ് ഫോർമലായിട്ട് ഉപയോഗിക്കുക, ഏതൊക്കെയാണ് ഇൻഫോർമലായിട്ട് ഉപയോഗിക്കുക. എക്സ്പ്രഷനുകൾ അങ്ങനെ ഫോർമൽ ഇൻഫോർമൽ ഉണ്ട്. ചില വാക്കുകളിൽ അങ്ങനെ ഉണ്ട്, ചില പ്രയോഗങ്ങളുണ്ട്. അതായത് പാസീവൈസേഷൻ, അതുപോലെ ആക്റ്റീവ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചില ഉപയോഗിക്കാത്ത കോൺട്രാസ്റ്റ് ഫോം, പിന്നെ കോൺട്രാക്റ്റഡ് ഫോംസ് പോലുള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ തൽക്കാലം ഇതിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കി പോവാം. അങ്ങനെ നന്നാവുക. ശ്രദ്ധിക്കണേ, നോക്കണം. മേക്കിംഗ് എ റിക്വസ്റ്റ്, ഇനി ഫോർമലായിട്ട് പറയുന്ന കാര്യമാണ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. ഒരു റിക്വസ്റ്റ് ആണ്, ഞാൻ പറഞ്ഞോട്ടെ. ഒരു വളരെ താഴ്മയോട് കൂടി വളരെ പോയിട്ടായ രീതിയാണ് ഇൻഫോർമലായിട്ട് നമ്മൾ എങ്ങനെ പറയാം. ഓഫറിങ് ഹെൽപ്പ്, സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ഇൻഫോർമലായിട്ട് പറയുന്നതാണ് ഐ വിൽ ഹെൽപ്പ് യു. ഫോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് പറയാം. അടുത്തത് അഡ്വൈസ് കൊടുക്കാൻ ഫോർമലായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. കൺസൾട്ട് എ ഡോക്ടർ ടുഡേ എന്ന് പറഞ്ഞാൽ മതി ഇൻഫോർമൽ ആണെങ്കിൽ. അടുത്തത് പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയുള്ളതാണ് ക്യാൻ ഐ ഹാവ് എ പെൻ. നേരിട്ടുള്ള ചോദ്യമാണ്, ഇൻഫോർമൽ ആണ്. നമ്മൾ ഫോർമലായിട്ട് എങ്ങനെയാണ് പറയാം. ഡിറക്ഷൻ നമ്മൾ എങ്ങനെ ചോദിക്കുക, ഒരു വഴി ചോദിക്കുകയാണ്, എങ്ങോട്ട് പോകണം, എങ്ങനെ അവിടെ എത്താനൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ 2 തലത്തും ചോദിക്കുക. ഗിവിംഗ് ഓപ്ഷൻസ്, നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് നമ്മൾ പറയാൻ നമ്മൾ ഏതാ ഉപയോഗിക്കുക. എഗ്രീങ്, ഒരാളായിട്ട് യോജിക്കാൻ, അയാൾ പറയുന്നത് ശരിയാണ് എന്നൊക്കെ പറയാതെ ഉപയോഗിക്കുക. ഡിസഗ്രീങ്,
വിയോജിക്കാൻ ഏതാണ് നമ്മൾ ഉപയോഗിക്കുക. മക്കൾ ചെയ്യേണ്ടത് അറിയുന്ന മാതിരി ചെയ്തു നോക്കുക എല്ലാവരും. അതിനുശേഷം ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല. ഇങ്ങനെ പ്രത്യേകമായ ഏതെന്താ പറയുക, ഇൻഫോർമൽ നമുക്ക് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ഫോർമൽ അതിന് കൃത്യമായ എക്സ്പ്രഷനുകൾ ഉണ്ട്. അത് പഠിച്ച് ചെയ്യാൻ വേണ്ടത്. തൽക്കാലം അറിയുന്ന മാതിരിയൊക്കെ എഴുതി നോക്കാം. അതിനുശേഷം പോസ് ചെയ്ത് എഴുതാൻ വേണ്ടി നിങ്ങൾക്ക് പോസ് ചെയ്യാം. പിന്നെ യു ഹാവ് ടു സീ ദ ആൻസർ. സി ഇത് സാമ്പിൾ ആൻസർ ആണ്. ഈ ഒരു എക്സ്പ്രഷൻ മാത്രമല്ല ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുക, വേറെ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അതിന് ഓരോ സാമ്പിൾ തന്നു എന്നുള്ളതേ ഉള്ളൂ. നോക്കണേ. ഇറ്റ് ബി പ്ലസന്റ് ടു ഹെൽപ്പ് യു. ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ഫോർമൽ ആണെന്നാണത്. നെക്സ്റ്റ്, would you mind giving me your pen? വളരെ പൊളൈറ്റ് ആയ സാധനമാണ്. Could you please tell me how I get to the bus station? Could you please tell me how I can get to the bus station or the post office? Next, where is the bus station or where is the post office? I'd like to have coffee now. I do agree with you. I don't agree with you. അതിൻ്റെ ഒക്കെ ഇൻഫോർമൽ രൂപങ്ങളുണ്ട്. ഒക്കെ മക്കൾ ഇത് ആദ്യം പഠിക്കുക. ഇങ്ങനത്തെ എക്സ്പ്രഷനുകൾ ഇഷ്ടംപോലെ നമുക്ക് ലഭ്യമാണ്. കണ്ടമാനം നൂറുകണക്കിന് എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. കുറച്ചൊക്കെ നമുക്ക് വീണ്ടും ആ വീഡിയോയിലൊക്കെ പരിചയപ്പെടാം. ഓക്കെ ഡിയേഴ്സ്, നൗ shall we move on? Next activity. This is not next activity but the continuation of the same activity. Here you can see a conversation but it is not complete. You have to complete it with formal expressions, right? Try to do it yourself. ശ്രമിച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാറ്, see the sample answer, right? ഞാൻ പറഞ്ഞു കേട്ടോ, ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ തരുന്ന ഉത്തരങ്ങൾ അത് മാത്രമല്ല വേറെ ഉത്തരങ്ങൾ ഉണ്ടാവാം. അതായത് ഈ ഒരു സാഹചര്യത്തിന് ഒരുപാട് എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അതിൽ ഏതെങ്കിലും ഒന്ന് ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. റെഡി അല്ലേ? ഓക്കെ, പോസ് ചെയ്ത് എഴുതുക. Then you can see the answers. Please introduce yourself. I'm Jonas. You saved me from death 25 years ago. Oh, now I remember you. It's a pleasure to meet you. I hope you are doing well now. By God's grace, now we are very happy and contented. Okay, dears. Now, activity 2. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. If you spare a few minutes with me, I can convey the message. നല്ല ശ്രദ്ധിക്കണേ. എന്താണ് ഇതിന്റെ അർത്ഥം? നിങ്ങൾ കുറച്ച് സമയം എനിക്ക് ചെലവഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ കാര്യം പറയാം. നെക്സ്റ്റ്, if the surgeon refused to oblige, the young man would go to the prison. അദ്ദേഹം ചെറിയൊരു കുട്ടിവെച്ചൊക്കെ തയ്യാറാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പിന്നെ മനുഷ്യത്വം കാണിക്കാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം പ്രിസണിലേക്ക് പോകുമായിരുന്നു. അറിയാമല്ലോ. നെക്സ്റ്റ് വൺ ഈസ്, if I had prepared well, I would have performed well in the stage. ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ നന്നായിട്ട് തയ്യാറെടുത്തിരുന്നു എങ്കിൽ I would have performed well in the stage. ഞാൻ എനിക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു. ശ്രദ്ധിക്കണം. അതൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ. If you spare a few minutes with me, I can convey the message. ഓരോ നമുക്ക് കാണലെ ചെയ്ത് നോക്കാം. നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് അതിലേക്ക് പോകാം. ശ്രദ്ധിക്കണേ. ഇവിടെ എന്താണ് ഓരോന്നായി ചർച്ച ചെയ്ത് പോവാം. You can see 3 sentences here. 3 സെന്റൻസ് ഉണ്ട് അവിടെ. കണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാ, ഈ സെന്റൻസിനെ ആദ്യം നിങ്ങൾ രണ്ടായിട്ട് തിരിക്കുക. ഇപ്പൊ തന്നെ ചെയ്തോളൂ. പെട്ടെന്ന് ചെയ്യേ. 2 ഭാഗമായിട്ട് എവിടെ മുറിക്കാൻ പറ്റുന്ന ആലോചിക്കുക. പെട്ടെന്ന് ചെയ്യണേ. ശ്രദ്ധ ചെയ്തിട്ടുണ്ടാവും. ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാം. ഇവിടെ നോക്ക്, കോമട്ട് തിരിച്ചതുകൊണ്ട് നമുക്ക് എഴുതാനുള്ള സുഖമാണ്. If you spare a few minutes with me, I can convey the message. നിങ്ങൾ സമയം തരികയാണെങ്കിൽ ഞാൻ ആ ആശയം ചെയ്യാൻ എൻ്റെ പറയാനുള്ള കാര്യങ്ങളോട് പറയാം. നോക്കുമ്പോൾ അതുപോലെ, if the surgeon refused to oblige, the
യങ് മാൻ വുഡ് ഗോ ടു ദ പ്രിസൺ. അബ്ലൈജിന്റെ അർത്ഥം നേരിട്ട് കടപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥം നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പഠിച്ച വാക്കായിരിക്കും അത്. അതേപോലെ തന്നെ ഉപകാരം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ആ അർത്ഥം കൊടുക്കാൻ നമുക്ക്. അദ്ദേഹം ഉപകാരം ചെയ്യാൻ സഹായിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആ ചെറുപ്പക്കാരൻ എവിടെ പോകും? ജയിലിൽ പോകും എന്നതിന്റെ സെൻസ് വരിക. അപ്പൊ തയ്യാറായി, അതുകൊണ്ട് എന്തെങ്കിലും പോയിട്ടില്ല. അങ്ങനെയാണ് കാര്യം. നടന്നു കഴിഞ്ഞൊരു കാര്യം നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്തായാലും ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഇനി നടക്കാൻ ഒരു സാധ്യത ഇല്ലാത്തതാണ്. റെഡിയാണല്ലോ. നെക്സ്റ്റ് വൺ. ഇനി ഇഫ് ഐ ഹാഡ് പ്രിപ്പയർഡ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് തയ്യാറെടുത്തിട്ടില്ല. തയ്യാറെടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ആദ്യം ഓരോന്ന് ചെയ്താൽ പറഞ്ഞ മാതിരി ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എല്ലാവരും സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നോക്കണേ. Is there a subject and a verb in both parts? നോക്ക്. If you spare a few minutes with me. ഈ ഭാഗത്ത് സബ്ജക്റ്റ് ഉണ്ട്. യു ആണ് സബ്ജക്റ്റ്. വെർബ് സ്പെയർ ഉണ്ട്. ഇവിടെ ഐ ഉണ്ട്. ക്യാൻ കൺവേ വെർബ് ആണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞു നോക്കൂ. ദ സർജന്റ് സബ്ജക്റ്റ് ആണ്. റിഫ്യൂസ്ഡ് വെർബ് ആണ്. ദ യങ് മാൻ സബ്ജക്റ്റ് ആണ്. വുഡ് ഗോ വെർബ് ആണ്. ഐ സബ്ജക്റ്റ് ആണ്. ഹാഡ് പ്രിപ്പയർഡ് വെർബ് ആണ്. ഐ സബ്ജക്റ്റ് ആണ്. വുഡ് ഹാവ് പെർഫോംഡ് വെർബ് ആണ്. അപ്പൊ എല്ലാത്തിലും ഏതുണ്ട്? സബ്ജക്റ്റും വെർബും ഉണ്ട്. അങ്ങനെ വാട്ട് വിൽ യു കോൾ ടു പാർട്സ് വിത്ത് വെർബ്സ് ഇൻ ഈച്ച് ഓഫ് ദം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് വരുന്ന സബ്ജക്റ്റും വെർബും ഉള്ളതിന് നമ്മൾ എന്താ വിളിക്കുക? നിങ്ങൾക്കറിയാം. നമ്മൾ ക്ലോസ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ക്ലോസ് എന്നാണ് വിളിക്കുക. നമുക്കറിയാലോ ക്ലോസ് എന്നാ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇൻ ഈച്ച് സെന്റൻസ് യു ക്യാൻ സി ടു ക്ലോസസ്, രണ്ട് ക്ലോസുകളുണ്ട്. വേറെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ ഓരോ ക്ലോസും തുടങ്ങുന്നത്, ആദ്യത്തെ ക്ലോസുകൾ തുടങ്ങുന്നത് ഇഫ് കൊണ്ടാണ്. ഇഫ് കൊണ്ട് തുടങ്ങിയാൽ നമുക്ക് ഇഫ് ക്ലോസ് എന്ന് പേര് പറയാം, അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് എന്നൊക്കെ പേര് പറയും. റെഡി അല്ലേ? ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ ഭാഗം അർത്ഥം ഇഫ് യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് മീ, നിങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി തന്നാൽ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാണുണ്ടോ? തന്നാൽ എന്ന് പറയുമ്പോൾ വായ ഞാൻ തുറന്നിട്ടാ ചെയ്യുക. അത് അടുത്ത നോക്കിയാൽ ഐ ക്യാൻ കൺവേ ദ മെസ്സേജ്, ആ കാര്യം പറയാൻ കഴിയും എന്ന് പറയാൻ കഴിയും. അതവിടെ തീർന്നു. ആ കാര്യം പൂർണ്ണമാണ് എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ കൺവേ ദ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കാൻ പറ്റുമോ അതിന്? ഇത് കംപ്ലീറ്റ് അല്ല എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആശയമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയാം മെയിൻ ക്ലോസ് എന്നാ പറയാം. എന്താ പറയാ? മെയിൻ ക്ലോസ് എന്നാ പറയാം. ചിലതിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവുക. ചിലതിൽ രണ്ടും മെയിൻ ക്ലോസ് ആയിട്ടൊക്കെ വരും. അതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യപ്പോൾ ഇഫ് ക്ലോസ് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. എന്തായാലും ഇഫ് ക്ലോസ് വരുന്നതിൽ ഒന്ന് മെയിൻ ക്ലോസ് ആയിരിക്കും, ഒന്ന് കണ്ടീഷണൽ ക്ലോസ് ആയിരിക്കും. റെഡി അല്ലേ? കണ്ടീഷണൽ ക്ലോസ് അതിന്റെ പേരാണ് കേട്ടോ. അതിന്റെ പേരാണ് കണ്ടീഷണൽ ക്ലോസ്. റെഡി അല്ലേ? ഇവിടെ അതുപോലെ തന്നെ അല്ലേ? അദ്ദേഹം ഉപകാരം ചെയ്യുന്നില്ലെങ്കിൽ അതവിടെ അവസാനിക്കുന്നില്ല, പൂർണ്ണമല്ല. ദാറ്റ് മാൻ വുഡ് ഗോ ടു ദ പ്രിസൺ, അദ്ദേഹം ജയിലിൽ പോകും എന്ന് പറയുമ്പോൾ അത് ഏതാണ്? പൂർണ്ണമാണ്. ഇത് മെയിൻ ക്ലോസ് ആണ്. ഒക്കെ പറയുന്നത് നമ്മൾ കള്ളിയിൽ ടേബിൾ വരക്കുമ്പോൾ അവിടെ എഴുതി വെക്കുമ്പോൾ സംശയം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനി മൂന്നാമത്തെ അതുപോലെ തന്നെയാണ്. ഞാൻ നന്നായി തയ്യാറെടുത്തിരുന്നുവെങ്കിൽ ഞാൻ നല്ല പ്രകടനം കാഴ്ചവെക്കുമായിരുന്നു. ഇവിടെ എങ്കിൽ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമല്ല. അതേസമയത്ത് ഈ ഭാഗം പൂർണ്ണമാണ്. ഇനി ഒന്നും കൂടി ക്ലാരിറ്റി വരുത്താണ് മക്കളെ. ദിസ് ഈസ് എ സെന്റൻസ് വിത്ത് എ കണ്ടീഷണൽ ക്ലോസ്. ആർക്കും സംശയമില്ലല്ലോ? there is a conditional clause and a main clause. Conditional clause ഉണ്ട്, main clause ഉണ്ട്. Conditional clause is a clause that begins with if or unless. if or unless എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ unless ഇതിൽ if വരുന്നത്, അതുകൊണ്ട് ഇവിടെ if മാത്രമേ പറയുന്നുള്ളൂ. and conditional clause എന്ന് പറഞ്ഞാൽ that can stand independently, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റിയതാണ് ഏത്? പിന്നെ മെയിൻ ക്ലോസ്. നമുക്കറിയാം ഒരു ഇഫ് കൊണ്ട് തുടങ്ങുന്ന ഈ സെന്റൻസിൽ രണ്ട് ഭാഗം ഉണ്ടാവും. ഒന്ന് ഇഫ് ക്ലോസ് ആണ്, രണ്ടാമത്തത് ഏതാണ്? മെയിൻ ക്ലോസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ വെർബ് ഫോംസ് ആൻഡ് ടെൻസസ് ഇൻ ബോത്ത് പാർട്സ് ഓഫ് ദ സെന്റൻസസ് എന്ന് പറഞ്ഞാൽ ഇഫ് യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് മീ എന്നതിലെ വെർബ് എടുക്കുക. ഏതാണ്? സ്പെയർ ആണ്.
അതേപോലെ ഇവിടെ ഐ ക്യാൻ കൺവേ ദ മെസ്സേജ്, വേർബ് ഏതാ? ക്യാൻ കൺവേ ആണ്. അങ്ങനെ ഈ മൂന്നുത്തും എടുത്താണ്ട് ഹെൽപ്പ് ചെയ്ത് വെക്ക്. ഞാൻ കള്ളിയൊക്കെ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കിക്കോളൂ കേട്ടോ, നോക്കണേ. ഇഫ് യു സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് വിത്ത് മീ ഐ ക്യാൻ കൺവേ ദ മെസ്സേജ്. ഇഫ് ദ സർജൻ refused to oblige, the young man would go to the prison. If I had prepared, I would have performed well in the stage. Correct. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? which is marked in red color. that is the verb. ക്ലിയർ ആണല്ലോ? if clause-ൽ verb ഇവിടെ spare ആണ്, main clause-ൽ can convey ആണ്. ഇവിടെ if clause-ൽ refused ആണ്, ഇവിടെ would go ആണ് main clause-ൽ. ഇവിടെ ഹാഡ് പ്രിപ്പയർഡ് ആണ്, ഇവിടെ വുഡ് ഹാവ് പെർഫോംഡ് ആണ്. ഇഫ് ക്ലോസും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്, ചെയ്യേണ്ടതാണ്. കുറെ ഉദാഹരണങ്ങൾ ചെയ്യേണ്ടതാണ്. ഒരു സെപ്പറേറ്റ് ഒരു ക്ലാസ്, ഒരു വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നിൽക്കുന്ന മതി, ഇത് വെച്ച് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറെ ചെയ്യുമ്പോൾ നമുക്കൊന്നൊരു തറവും. എല്ലാ മത്സര പരീക്ഷകളിലും ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും വരുന്ന ഒരു ചോദ്യമാണ് ഇഫ് ക്ലോസ്. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചാൽ. ഈ ഭാഗം നോക്കുമ്പോൾ നിങ്ങൾ ലൈക്ലി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് 1 അല്ലെങ്കിൽ പ്രോബബിൾ എന്നൊക്കെ നമ്മൾ പറയും. എന്താ ഈ ലൈക്ലി എന്ന് പറഞ്ഞാല്? അത് സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കണേ. ഇഫ് ഐ ഡ്രോപ്പ് ദിസ് ചാക്ക് പീസ് ഇറ്റ് വിൽ ബ്രേക്ക്. അത് താഴത്ത് കിട്ടാൻ പൊട്ടും. ഇഫ് യു ഗീവ് മീ 10 rupees ഐ ഗീവ് യു എ പെൻ. 10 രൂപ തന്നാൽ ഞാനൊരു പേന തരും. അത് നടക്കാൻ സാധ്യത ഉള്ളതാണ്. റെഡിയല്ലേ എന്ന് പറഞ്ഞാൽ അതാ ലൈക്ലി പ്രോബബിൾ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് 1 ഒന്നാമത്തെ ടൈപ്പ് എന്നാണ്. ഇപ്പൊ ഫസ്റ്റത്തെ നടക്കാൻ സാധ്യതയുള്ളതാണ്, അത് പ്രോബബിൾ ആണ്, നടക്കും. റെഡിയല്ലേ? ഇനി രണ്ടാമത്തെ നോക്ക്. ഇഫ് ദ സർജൻ refused to oblige, നടന്ന് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പറയുന്നത് ഉദാഹരണത്തിന് വേണ്ടി കൊടുത്തതാണ്. ഞാൻ വേറെ ഉദാഹരണം പറയട്ടെ. ഇഫ് ഐ വർ എ ബേർഡ് ഐ വിൽ ഫ്ലൈ. ഞാനൊരു പക്ഷി ആണെങ്കിൽ ഞാൻ പറക്കും. ആണെങ്കിൽ തന്നെ അതിന്റെ നേരെ അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ അത് പിന്നെ നമ്മൾ ഐ വിഷിന് ശേഷം അതുപോലെ തന്നെ ഇതേപോലെ കണ്ടീഷണൽ ക്ലോസിലൊക്കെ വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രസന്റ് സെൻസ് പോലെ നമ്മൾ പറയേണ്ടത്. ആണെങ്കിൽ പറക്കും എന്ന് പറഞ്ഞാൽ അല്ല അതുകൊണ്ട് പറക്കണില്ല എന്നതിന്റെ അർത്ഥം വരിക. ക്ലിയർ അല്ലേ? എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഇംപ്ലോർ. അങ്ങനെ സാധ്യതയില്ല, ഒരു കാലത്തും അത് എന്ത് ചെയ്യൂല, നടക്കൂല. അങ്ങനത്തെ സാധനമാണ്. ശ്രദ്ധിക്കണേ. അതേ സമയത്ത് അടുത്ത് നോക്കൂ. ഇഫ് ഐ ഹാഡ് പ്രിപ്പയർഡ് വെൽ, ഞാൻ നന്നായി തയ്യാറെടുത്തിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് പെർഫോംഡ് വെൽ ഇൻ ദ സ്റ്റേജ്. ശ്രദ്ധിക്കണേ. ഞാൻ സ്റ്റേജ് നന്നായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, പെർഫോം ചെയ്യുമായിരുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. അത് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പോസിബിൾ ആയിരുന്നു, ആ സമയത്ത് ചെയ്തിരുന്നില്ല. നമ്മളൊക്കെ പറയുന്ന പരിപാടികളാണ്. ഇഫ് ഐ ഹാവ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് വൺ ദി എക്സാമിനേഷൻ, ഐ വുഡ് ഹാവ് സ്കോർഡ് A+ in English. അതൊന്നും പറയേണ്ട കാര്യമാണ്. ഞാൻ പറയാൻ ഇപ്പോഴൊക്കെ ചെയ്തു പോകണം. അതായത് ചെയ്തിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, ആ സമയത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി ചെയ്യാൻ കഴിയില്ല, ഇപ്പം ആ സമയം കഴിഞ്ഞു. മക്കൾ ഇതേപോലെ ഒന്ന് കല്ല് വരച്ചിട്ട് ടേബിൾ വരച്ചിട്ട് ഒന്ന് പെട്ടെന്നൊന്ന് എഴുതിയെടുക്കണേ. ഓക്കെ ഓക്കെ ഐ തിങ്ക് യു ഹാവ് റിട്ടൺ ഇറ്റ്. എഴുതിയിട്ടുണ്ടോ? സീരിയസ്. ഇതിന്റെ ടെൻസിന്റെ രൂപങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. ആദ്യത്തെ ടൈപ്പിൽ സ്പെയർ എന്നാണ് വെർബ്, സിമ്പിൾ പ്രസന്റ് ആണ്. അതായത് V1 അതിനോടുകൂടി ചിലപ്പോൾ സിംഗുലർ ആകുമ്പോൾ എസ് ചേർക്കും, നമുക്കറിയാം. ഇവിടെ ക്യാൻ കൺവേ എന്നാണ്. വില്ല്, ഷാള്, ക്യാൻ, മേ അതിലേതെങ്കിലും ഒന്നിന്റെ കൂടെ V1 വരിക ചെയ്യുക. അപ്പൊ ടൈപ്പ് 1 ആകുമ്പോൾ V1 ആണ്. ഈ മോഡൽസിന്റെ കൂടെ V1 ആ ചേർക്കുക, എളുപ്പമാണ് ഓർക്കാൻ. ടൈപ്പ് 2 ആകുമ്പോൾ V2 ആണ്. ഇവിടെ ഈ മോഡലുള്ളതിന്റെ രണ്ടാമത്തെ രൂപം പാസ്റ്റ് ആണ്. അതായത് വിൽ കം എന്നതിന്റെ പാസ്റ്റ് ആണ് വുഡ് കം. റെഡി അല്ലേ? ഇവിടെ V1 ആണെങ്കിൽ അത് മൊത്തത്തിൽ വരുമ്പോൾ പാസ്റ്റ് ആണ്. നമുക്കറിയാം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റിനോട് കൂടി V1 ചേർത്താൽ മതി. ടൈപ്പ് 3 ആകുമ്പോൾ ഇവിടെ ഹാഡ് പ്ലസ് V3 ആണ്. ഇവിടെ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, ഹാവ് പ്ലസ് V3 ആണ്. ആലോചിക്കാൻ എളുപ്പമാണ്. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം. നിങ്ങൾ 8 നമ്മൾ പണ്ട് ചർച്ച ചെയ്താണ്, ഓർമ്മ ഉണ്ടാവും. എഴുതിയെടുക്കണം. റെഡി ഡിയേഴ്സ്? Okay, now we can go to the activity. If you had enough money, ശ്രദ്ധിക്കണേ, നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യണം. I'll come if
you had informed me. If she comes, she had known about it. If they tried. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങളോട് പറയുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കുക, ഏതാ വേർബ് നോക്കുക. ഇഫ് യു ഹാഡ് ഇനഫ് മണി എന്നാണ്. ശ്രദ്ധിക്കണേ, ഇഫ് യു ഹാഡ് ഇനഫ് മണി. വേർബ് ഏതാ? അവിടെ ഹാഡ് ആണ്. ഹാഡ് മാത്രമേ ഉള്ളൂ മക്കളെ, സാധാരണ കുട്ടികൾ തെറ്റിക്കുന്നതാണ്. ഇഫ് ഐ ഹാഡ് എ കമ്പ്യൂട്ടർ, if I had his phone number, sentence ആയിക്കോട്ടെ. If I had his phone number, I would call him. If I had his phone number, I would have called him. ശ്രദ്ധിക്കണം കേട്ടോ. അതായത് if you had his phone number, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. had V2 ആണ്. ശ്രദ്ധിക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഹാഡ് ആണ് ഇവിടെ വെർബ് എന്ന് കണ്ടു, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇത് V2 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ വേണ്ടിയ? കുഡോ വുഡോ മൈറ്റോ അതേതെങ്കിലും ഒന്നാവേണ്ടി വരാം. ഒരു ആശാലയ്ക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാൻ കാറ് വാങ്ങും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് വിചാരിച്ചോ. അപ്പൊ എന്താ ഞാൻ എന്നുള്ളത് കൊടുക്കുക, പിന്നെ ആ വാങ്ങാന്നുള്ള വാക്കിന്റെ വേർബിന്റെ V1 വെച്ച് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരിക? ഐ കുഡ് ബൈ എ കാർ, ഐ വുഡ് ഗോ ടു സംവർ എൽസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഉദാഹരണം എഴുതാൻ വേണ്ടത്. ഐ വിൽ കം, ഇവിടെ മെയിൻ ക്ലോസ് ആണ് വന്നിട്ടുള്ളത്. വിൽ കം എന്നാണുള്ളത്. ഇതൊക്കെ ഒരുപാട് ഉത്തരങ്ങൾ പോസിബിൾ ആണ്. ഒന്നേ പറയുന്നുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്തേ ഉള്ളൂ, ആ വെർബ് പാറ്റേൺ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തണം. നോക്കണേ, ഐ കം, വിൽ കം എന്ന് പറയുമ്പോൾ വിൽ പ്ലസ് V1 ആണ്. ഇപ്പൊ ഒന്നാമത്തെ കണ്ടീഷനാണ്. ഇപ്പൊ ഇഫ് ക്ലോസിൽ വരേണ്ടത് നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ആണ്, V1 രൂപമാണ്. ഞാൻ വരും, ഒരാശയാലേക്ക് നീ എന്നെ വിളിച്ചാൽ എങ്ങനെ നമ്മൾ പറയാം? അപ്പൊ സബ്ജക്ട് എല്ലാവരും കൊടുക്കേണ്ടി വരാ. ഇഫ് യു, വിളിക്കാനുള്ള വാക്ക് ഇൻവൈറ്റ് ആണ്, മീ. ഇഫ് യു ഇൻവൈറ്റ് മീ, ഇഫ് യു കോൾ മീ എന്നൊക്കെ ആവാം. റെഡി അല്ലേ? ഇത് വേറെ എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പക്ഷെ ഈ പാറ്റേൺ ശ്രദ്ധിക്കണം. ഇഫ് യു ഹാഡ് ഇൻഫോംഡ് മീ, നീ എന്നെ അറിയിച്ചിരുന്നെങ്കിൽ. ശ്രദ്ധിക്കണേ, വേർബ് അവിടെ ഹാഡ് ഇൻഫോംഡ് ആണ്. ഇത് എന്ത് ക്ലോസ് ആ? ഇഫ് ക്ലോസ് ആണ്. ഇത് മെയിൻ ക്ലോസ് ആണ് മാറുന്നത്. അപ്പൊ അവിടെ നമ്മൾ എന്താ എഴുതേണ്ടി വരിക? മെയിൻ ക്ലോസിലുള്ള വേർബ് എഴുതേണ്ടി വരിക. വുഡ് ഹാവ് പ്ലസ് V3 വേണ്ടെന്ന് അറിയാലോ. ഞാൻ വരുന്ന എങ്ങനെയാണെന്ന് പറയാൻ നിങ്ങൾ എന്നെ അറിയിച്ചെന്ന് ഞാൻ വരുമായിരുന്നു. ഐ വുഡ് ഹാവ് കം. അല്ലെങ്കിൽ ഞാൻ സഹായിക്കുമായിരുന്നു പറഞ്ഞ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇഫ് ഷി കംസ്, അവൾ വന്നാൽ. ഇഫ് ക്ലോസ് ആണ്, നമുക്കറിയാം. ഇഫ് ക്ലോസ് ആണ്, വേർബ് V1 ആണ്, പ്രസന്റ് ആണ്. അപ്പോൾ എന്താ വേണ്ടി വരിക? വില്ല് ചേർന്നതാ വേണ്ടി വരിക. പിന്നെ ഒരു ആശയങ്ങൾ ആലോചിച്ചൊക്കെ, ഞാൻ സമ്മാനം കൊടുക്കുന്നതാണ് വിചാരിച്ചോ, നമ്മളെ മോളോ അങ്ങനെ ആരെയും അങ്ങനെ നമ്മൾ സമ്മാനം കൊടുക്കണേ പറയാ ഐ ഗീവ് ഹെർ എ പ്രസന്റ്. വിൽ ഗീവ്, അവിടെ ഐ വിൽ ഗീവ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആദ്യം സബ്ജക്റ്റ് വെക്കണം, പിന്നെ ഏതാണോ നമ്മൾ വെക്കേണ്ട വേർബ് ആ പാറ്റേൺ അനുസരിച്ച് അത് വെക്കുക, ടെൻസ് അനുസരിച്ച് വെക്കുക, എന്നിട്ട് മുഴുവനാക്കുക. റെഡി അല്ലേ? ഇഫ് യു ഹാഡ് നോൺ അബൌട്ട് ഇറ്റ്, അദ്ദേഹം അത് അറിഞ്ഞിരുന്നെങ്കിൽ. നോക്കി, ഏതാ വേർബ്? ഏതാ? ഹാഡ് നോൺ ആണ്. അപ്പോൾ ഏതാ വരിക? വുഡ് ഹാവ് പ്ലസ് V3 ആണ് വരേണ്ടത്. അദ്ദേഹം പുറപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഫ് അദ്ദേഹം ആകുമ്പോൾ ഹി വരും. വുഡ് ഹാവ്, വുഡിന്റ് ഹാവ് നെഗറ്റീവ് വെക്കണമെങ്കിൽ ആദ്യത്തെ ഒപ്പം വെക്കണ്ടിട്ട് നമുക്കറിയാലോ. വുഡിന്റ് ഹാവ് സ്റ്റാർട്ടഡ് ഫോർ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അവിടെ പോകുമായിരുന്നില്ല നമ്മൾ എങ്ങനെ പറയാം? ഹി വുഡിന്റ് ഹാവ് ഗോൺ ദേർ. അങ്ങനെ കുറെ നമ്മൾ പറഞ്ഞു നോക്കുക, എളുപ്പമല്ലേ? ഇഫ് ദ ട്രൈഡ്, അവർ ശ്രമിച്ചെങ്കിൽ എന്താ ഉണ്ടാവുക? ഏതാണ് വേർബ്? ഏതാ? ട്രൈഡ് ആണ്. നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ആണ്. ഇവിടെ എന്താ വെക്കേണ്ടി വരിക? ഇപ്പം വുഡോ കുഡോ മൈറ്റോ അല്ലെങ്കിൽ ഷുഡോ ഒക്കെ ആണ് വെക്കേണ്ടി വരിക. അത് വിജയിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ പറയാ. വിജയിക്കുന്ന എങ്ങനെ പറയാ? ബട്ടെ ദേ, അവർ വിജയിക്കും. ദേ വുഡ് പാസ്, ദേ വുഡ് വിൻ എന്നൊക്കെ ആവാം. അതേ രീതിയിൽ എഴുതണ്ട്. ഈ പറയുന്ന ആശയം തന്നെ ആണല്ലോ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് വേറെ എഴുതാം. മോഡൽ പറഞ്ഞു എന്നുള്ളൂ. മക്കൾ എഴുതണം ഒറ്റക്ക്, നിങ്ങളെ ഇഷ്ടത്തിനൊന്നും ഒറ്റയ്ക്ക് എഴുതി പെട്ടെന്നൊന്ന്. റൈറ്റ്? ഇതിന് ശേഷം ജസ്റ്റ് ആ പാറ്റേൺ കാണാൻ വേണ്ടി ഉദാഹരണങ്ങൾ ഒന്നുകൂടി നോക്കുക. കണ്ടിട്ടുണ്ടാവുമല്ലോ. ദ വേർബ് ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഇവിടെ ഹാഡ് ആണ്, V2 ആണ്, വിൽക്കം ആണ്, മെയിൻ ക്ലോസ് ആണ്, വിൽ പ്ലസ് V1 ആണ്. അപ്പൊ ടേബിൾ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ വരച്ചു വെച്ചത്. ഹാഡ് ഇൻഫോംഡ് ആണ്, ഹാഡ് പ്ലസ് V3 ആണ്. കംസ് V1 പ്ലസ് S ആണ്. ഹാഡ് നോൺ,
ഹാഡ് പ്ലസ് V3 ആണ്, ട്രൈഡ് V2 ആണ്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയാലോ, അർത്ഥമൊക്കെ പറഞ്ഞു തന്നു. ഒന്ന് എഴുതുക, ഒറ്റക്കൊന്ന് പോസ് ചെയ്ത് എഴുതണേ, വേറെ ബോധക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, നൗ യു ക്യാൻ സീ സം ആൻസർ. സൊള്ളി എ സാമ്പിൾ ആൻസർ. അതുപോലെ നൂറുകണക്കിന് ഉത്തരങ്ങളാവാം, ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. യു കുഡ് ബൈ എ കാർ. നിന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം, കാർ വാങ്ങാൻ കഴിയും. പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൈസ ഇല്ലാനുള്ള സെൻസ് ആട്ടോ, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? അതായത് ഇവിടെ ഹാഡ് ആയപ്പം കുഡ് പ്ലസ് V1. അത് ശ്രദ്ധിക്കുക. റെഡിയല്ലേ? ഐ വിൽ കം ഇഫ് യു ഇൻവൈറ്റ് മീ. നോക്കണേ, ഇൻവൈറ്റ് ആണ്, ശ്രദ്ധിക്കണേ. ഹാഡ് ഇൻഫോംഡ് മീ. നോക്കണേ, ഹാഡ് ഇൻഫോം ആയപ്പോ എന്താ ഇവിടെ ഒരു ഹാവ് അറ്റൻഡ്. ഹാഡ് പ്ലസ് V3 ആയപ്പം ഒരു ഹാവ് പ്ലസ് V3. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഷീ കംസ്. ഐ ഷാൾ ഗീവ് ഹർ എ ഗിഫ്റ്റ്. റെഡി അല്ലേ? ഐ ഷാൾ ഗീവ്. ഇവിടെ V1 ആയപ്പോ ഷാൾ പ്ലസ് V1. ഹാഡ് നോൺ അബൌട്ട് ഇറ്റ്. നോക്കണേ, വുഡ് നോട്ട് ഹാവ് കമ്മിറ്റഡ് ദ മിസ്റ്റേക്ക്. ഹാഡ് നോൺ ഹാഡ് പ്ലസ് V3 ആണ്. വുഡിന്റെ ഹാവ് കമ്മിറ്റഡ് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഇഫ് ദ ട്രേഡ് ദേ വുഡ് ഗെറ്റ് ഇറ്റ്. അവർക്ക് കിട്ടുമായിരുന്നു. അപ്പൊ നിങ്ങൾ ഇത്ര എഴുതിയിട്ടുണ്ടാവും, എന്നാലും ഇതൊന്ന് എഴുതിയെടുക്കണം ഒരു മോഡൽ എന്നുള്ള രീതിയിൽ. ഓക്കെ, റേഡിയസ്. മൂവ് ഓൺ ടു നെക്സ്റ്റ് ആക്ടിവിറ്റി. ശ്രദ്ധിക്കണേ. No sooner had the surgeon banged the door than he saw the doctor hurriedly coming down. ശ്രദ്ധിക്കുക, സെന്റൻസ് എല്ലാം ശ്രദ്ധിക്കണേ. ഇദ്ദേഹം ബെല്ലടിച്ച ഉടനെ, അല്ലെങ്കിൽ ആ ഡോർമിൽ മുട്ടിയ ഉടനെ തന്നെ, തട്ടിയ ഉടനെ തന്നെ ഡോക്ടർ പെട്ടെന്ന് താഴോട്ട് വന്നു എന്നതിന്റെ അർത്ഥം ക്ലിയർ ആണല്ലോ. ഈ ചോദ്യങ്ങൾ ആലോചിച്ച് നോക്ക്. വിച്ച് ഈവന്റ് ഹാപ്പൻഡ് ഫസ്റ്റ്? അവിടെ രണ്ട് ഈവന്റ് ഉണ്ട്, സംശയമില്ലല്ല. അടുത്ത ഫസ്റ്റ് ഈവന്റ് the surgeon banged the door. Next event he saw the doctor hurriedly coming down. ഏതായാലും ഫസ്റ്റ് ഈവന്റ് ഏതാ? വാട്ട് വാസ് ദ സെക്കൻഡ് ഈവന്റ്? ഫസ്റ്റത്തത് തട്ടി എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഏതാ? he saw the doctor hurriedly coming down എന്നാണ്. അതറിയാലോ. ഇനി did the second event happen immediately or after some time? അതായത് തട്ടി കുറെ കഴിഞ്ഞിട്ടാണോ ഡോക്ടർ വന്നത്? അതല്ല, തട്ടി ഉടനെ തന്നെ വന്നു. നമ്മളെ അഭിപ്രായം എന്താണ്? ഉടനെ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ അവിടെ ലിങ്ക് ചെയ്ത്, രണ്ട് ഈവന്റ് ലിങ്ക് ചെയ്ത് നോക്കിയാ നോ സൂണർ വെച്ചിട്ടാണ്, നോ സൂണർ ദാൻ വെച്ചിട്ടാണ്. റെഡി അല്ലേ? അങ്ങനെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കണേ. ഇങ്ങനെ when the second event occurs immediately after the first, that can be connected with no sooner than. no sooner than വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ട് ചെയ്യാം. ഒരു സംഭവത്തിനോട് തൊട്ടുടനെയാണ് അടുത്ത് നടക്കുന്നതെങ്കിൽ ഇത് നമുക്ക് വിശദമായി ചെയ്യേണ്ടതാണ്. പ്രത്യേക വീഡിയോ ക്ലാസ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ അത് മനസ്സിലാക്കി ചെയ്യുക. എളുപ്പമാണ്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചാൽ ഏത് കുട്ടിയും മനസ്സിലാവും. നോ സൂണർ ഷുഡ് ബി ആഡഡ് ടു ദ ഈവന്റ് ദാറ്റ് ഒക്കേഴ്സ് ഫസ്റ്റ്. ആദ്യത്തിന്റെ ഒപ്പം നോ സൂണറും, പിന്നെ രണ്ടാമത്തിന് മുമ്പ് ദാനുമാണ് നമ്മൾ വെക്കുക. ഹാഡും ഡിഡും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കാണാം, ഉദാഹരണം ചെയ്യുമ്പോൾ കാണാം. നോക്കണേ. No sooner had I reached the station than the train left. ശ്രദ്ധിക്കണം കേട്ടോ. No sooner വെച്ചു, had വെച്ചു. had വെച്ച വെർബിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ V3 ആണ്. than രണ്ടാമത്തെ പിന്നെ ഈവന്റിന്റെ മുമ്പ് than വെച്ചു. No sooner had സബ്ജക്റ്റ് വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്, വെർബ് വെക്കുന്നത് V3 ആണ്. പിന്നെ than വെച്ച് രണ്ടാമത്തെ പറഞ്ഞു. No sooner did വെച്ചപ്പോൾ പ്രത്യേകത എന്താ? did കഴിഞ്ഞപ്പോൾ reach V1 പറഞ്ഞു. ശ്രദ്ധിക്കണേ. പിന്നെ മറ്റൊന്നും മാറ്റമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോ സൂണർ എങ്ങനെ എഴുതാൻ നമ്മൾ ചോദ്യം ഇതാണ്. നോ സൂണർ ഹാഡ് വി ഹേർഡ് ദ സൗണ്ട് ദാൻ വി റഷ്ഡ് ടു ദ സ്പോട്ട്. നോ സൂണർ ഡിഡ് വെച്ച് ചെയ്യാനാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം മക്കൾ ചെയ്യേണ്ട ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആക്കി തരാം. ശ്രദ്ധിക്കണേ. നോ സൂണർ എങ്ങനെ വെക്കുക ശ്രദ്ധിക്കണം കേട്ടോ. നോ സൂണറിന് ആദ്യത്തെ രൂപതാണ് എഴുതിയിരിക്കണം. നോ സൂണർ ഡിഡ് കഴിഞ്ഞ് സബ്ജക്ട് V1 ദാൻ സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ്. ക്ലിയർ അല്ലേ? ഉദാഹരണം നോക്കിക്കോ. No sooner did children hear the bell. did ആയപ്പോ ഹിയർ ആണ് കേട്ടോ, V1 ആണ്. then they rushed out. ബെല്ല് കേട്ട ഉടനെ ഒരു ഓടിയതിന്റെ അർത്ഥം അതറിയാലോ. രണ്ടാമത്തെ രൂപം നോക്കി. no sooner had subject V3. അതാ ശ്രദ്ധിക്കേണ്ടത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. no sooner had children heard the bell. അതായത് ഇവിടെ had ആയപ്പോൾ heard ആയി, V3 ആയി. then they rushed out. ക്ലിയർ അല്ലേ? എഴുതിയെടുക്കണം കേട്ടോ, ഫോർമുല എഴുതിയെടുക്കണേ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. നോ സൂണർ ഹാഡ് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ്.
രണ്ടാമത്തത് ഡിഡ് വെച്ച് നിങ്ങൾ പറഞ്ഞു നോക്ക്, നോ സൂണർ ഡിഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ്. ഒരു മാറ്റേ ഉള്ളൂ. ഇവിടെ ഡിഡ് വരുമ്പോൾ റീച്ചിൽ എന്നുള്ളത് എന്തായിട്ട് മാറും? V1 ആയിട്ട് മാറും. അത് ആലോചിച്ചാൽ അറിയാലോ. ഡിഡിന്റെ ഒപ്പം V1 വെക്കാൻ പറ്റുള്ളൂ, ഹാഡിന്റെ ഒപ്പം V3 വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആലോചിച്ചാൽ അറിയാം, കിട്ടും. ഇവിടെ നിങ്ങൾ പറഞ്ഞ നോ സൂണർ ഹാഡ് ഉണ്ട്, അപ്പൊ ഡിഡ് ആക്കി പറഞ്ഞ ഞങ്ങള് നോ സൂണർ ഡിഡ് വി ഹിയർ ദ സൗണ്ട് ദെൻ വി റഷ്ഡ് ടു ദ സ്പോട്ട്. ക്ലിയർ അല്ലേ? ഒറ്റയ്ക്ക് എഴുതിയിട്ടാണ് നോക്കേണ്ടത്. അടുത്ത നിങ്ങൾ പറയാം നോ സൂണർ ഹാഡ് ഷീ ഫിനിഷ് ദ പ്രോജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. ഇവിടെ ഹാഡ് പ്ലസ് V3 ഉള്ളത്. ഡിഡ് ആക്കി പറയും. എങ്ങനെ വരിക? നോ സൂണർ ഡിഡ് ഷീ ഫിനിഷ് ദ പ്രോജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. ക്ലിയർ അല്ലേ? ഓക്കെ. നോ സൂണർ ഡിഡ് ഷീ ഫിനിഷ് ദ പ്രോജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. ഓക്കെ ഡിയേഴ്സ്. അടുത്തത് നോ സൂണർ ഹാഡ് ഐ റിസീവ്ഡ് ഹെർ കോൾ ദെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ്. ഇവിടെ ഹാഡ് ആണുള്ളത്. ഡിഡ് എടുത്ത് പറയാം, എങ്ങനെ വരിക? ഡിഡ് ആവും, ഇവിടെ V1 ആവും. പറയും നോ സൂണർ ഡിഡ് ഐ റിസീവ് ഹെർ കോൾ ദെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ്. വളരെ സിമ്പിൾ ആണ് മക്കളെ, എളുപ്പമല്ലേ? എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കണേ, ഈ നോ സൂണറിന്റെ അതേ ഉപയോഗത്ത് വെക്കുന്ന സംഗതികളാണ് ഹാർഡ്ലി, സ്കാർസ്ലി പോലുള്ള വാക്കുകൾ. നെഗറ്റീവ് വേർഡ്സ് നമുക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, അതായത് ദാന് പകരം എന്താ നമ്മൾ ഉപയോഗിക്കുക? വെന്നാണ് പറയാം. അങ്ങനെ വ്യത്യാസമുണ്ട്. ഉദാഹരണം നോക്ക്, ഹാർഡ്ലി ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ ലെഫ്റ്റ്. ഇനി ബാക്കിയുള്ള സെന്റൻസുകൾ നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? നോക്കണേ, ആദ്യം എങ്ങനെയുള്ള ഉപയോഗത്തിന്റെ നിയമം നോക്കാം. ഹാർഡ്ലി, സ്കാർസ്ലി, ഇവൻ നിങ്ങളെ നമ്മൾ വെക്കുക. ഹാർഡ്ലി, സ്കാർസ്ലിന്റെ ഹാഡ്, സബ്ജക്ട് V3, വെൻ സെന്റൻസ്. നോ സൂണറിൽ ഹാഡ് വെക്കുന്ന അതേപോലെ തന്നെ വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യണം? വെന്ന് വെക്കണം. ശ്രദ്ധിക്കണം. ഹാർഡ്ലി, സ്കാർസ്ലി ഹാഡ് ചിൽഡ്രൻ ഹേർഡ് ദ ബെൽ വെൻ ദേ റഷ്ഡ് ഔട്ട്. ക്ലിയർ ആണല്ലോ? സംശയം ഉണ്ടാവില്ലല്ലോ? അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. നോ സൂണർ ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ ദാൻ ദ ട്രെയിൻ ലെഫ്റ്റ്. എങ്ങനെ അത് ഹാർഡ്ലി, സ്കാർസ്ലി വെച്ചിട്ട് എങ്ങനെ നമ്മൾ പറയാം? ഹാർഡ്ലി ഹാഡ് ഐ റീച്ച് ദ സ്റ്റേഷൻ വെൻ ദ ട്രെയിൻ ലെഫ്റ്റ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ പറയും, ശ്രമിച്ചോക്കെ എഴുതുക. ഹാർഡ്ലി ഹാഡ് വി ഹേർഡ് ദ സൗണ്ട് വെൻ വി റഷ്ഡ്. എളുപ്പമാണ് കുട്ടികളെ, വളരെ എളുപ്പമാണ്. അടുത്ത പറയും, ഹാർഡ്ലി ഹാഡ് ഷീ ഫിനിഷ് ദ പ്രോജക്ട് ദാൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. അവിടെ ദാന് പകരം എന്തായി മാറും? വെൻ ആയി മാറും. വെൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. ഹാർഡ്ലി ഓർ സ്കാർസ്ലി ഹാഡ് ഷീ ഫിനിഷ് ദ പ്രോജക്ട് വെൻ ഷീ സ്റ്റാർട്ടഡ് എ ന്യൂ വൺ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഒറ്റയ്ക്ക് ഇതിന് ശേഷം മാത്രമേ ഉത്തരം കാണാൻ പറ്റൂ. ഇതിന് വേറെ ഉത്തരങ്ങളൊന്നുമില്ല. ഓൺലി വൺ ആൻസർ ഇസ് ദർ. ഓക്കെ. നോ സൂണർ ഹാഡ് ഐ റിസീവ്ഡ് ഹെർ കോൾ ദെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ്. പറഞ്ഞോളൂ. നോ സൂണർ പകരം ഹാർഡ്ലി, സ്കാർസ്ലി ഒക്കെ വെച്ചു. ഹാഡ് ഐ റിസീവ്ഡ് ഹെർ കോൾ ദെൻ എന്താ? വെൻ നൗ ഐ ലെഫ്റ്റ് ദ ഹൗസ്. ഓക്കെ ഡിയേഴ്സ്, ഒക്കെ റെഡി ആയിരിക്കും. വളരെ സിമ്പിളാണ്. പ്ലേസ് ചെയ്ത് രസമായിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് മനസ്സിലായി പോകുമ്പോൾ വളരെ സുഖമാണ്. അതുകൊണ്ട് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും നമുക്ക്. ക്ലിയർ ഡിയേഴ്സ്? നൗ ഇനി ഇതേ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്ന വേറൊരു കൺജങ്ഷൻ ആണ് ആസ് സൂൺ ആസ്. ശ്രദ്ധിക്കണേ. ആസ് സൂൺ ആസ് റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ലെഫ്റ്റ്. നേരത്തെ അതേ സെന്റൻസ് നമ്മൾ ആസ് സൂൺ ആസ് വെച്ചാണ്ട് പറഞ്ഞു. ശ്രദ്ധിക്കണേ, നോക്കണം. അപ്പൊ അതേപോലെ ബാക്കിൽ എഴുതാനാണ്. ആസ് സൂൺ ആസ് വളരെ സിമ്പിൾ. നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ആസ് സൂൺ ആസ് വെക്കുമ്പോൾ ആസ് സൂൺ ആസ് സെന്റൻസ് 1 പിന്നെ ഒരു കോമ ഇടുക, എന്നിട്ട് സെന്റൻസ് 2. തെറ്റിക്കരുതിട്ട്. ആസ് സൂൺ ആസ് രണ്ടാമത്തെ സംഭവത്തിന് മുമ്പ് ആസ് സൂൺ ആസ് വെച്ചിട്ട് ആ സെന്റൻസ് ശേഷം ഒരു കോമ ഇടുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാം സെന്റൻസ് ചെയ്യണം. ആസ് സൂൺ ആസ് ചിൽഡ്രൻ ഹേർഡ് ദ ബെൽ, കോമ ദേ റഷ്ഡ് ഔട്ട്. ക്ലിയർ അല്ലേ? പിന്നെ ബാക്കിയുള്ള എനിക്ക് എഴുതി നോക്കൂടെ? ഒന്ന് എഴുതി നോക്കൂ. നോ സൂണർ ഹാഡ് ഐ റീച്ച് എങ്ങനെ വരിക? ആസ് സൂൺ ആസ് ഐ റീച്ച് ദ സ്റ്റേഷൻ, കോമ ദ ട്രെയിൻ ലെഫ്റ്റ്. അപ്പൊ പറഞ്ഞു നോക്കൂ. പോസ് ചെയ്യണം കേട്ടോ, എന്നിട്ട് ഞാൻ ഉത്തരത്തിലേക്ക് വരാവും. As soon as we heard the sound, comma, we rushed to the spot. Clear, yes? Next, as soon as she finished the project, comma, she started a new work. കോമ എന്ന് പറഞ്ഞാൽ അവിടെ ലിങ്കർ ഒരു ആവശ്യമുണ്ട്. അത് ഇല്ലാത്തതുകൊണ്ട് നമ്മളോട് കോമ ആണ്. ബാക്കിലെ ധ്യാനം തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇടാത്തതും ഓർത്ത് വെക്കണം കേട്ടോ. No sooner had I received her call than I left the house. പറഞ്ഞു അങ്ങനെ വരാം. As soon as I received her call, comma, I left the house. സിമ്പിൾ അല്ല കുട്ടികളെ? വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? 5 years. അടുത്ത് നോക്കണേ. ഈ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കും.
I was awakened by a loud banging on the door of money from the office. നോക്കട്ടെ, ഈ ചുമപ്പിൽ കാണിച്ച സാധനങ്ങൾ നല്ലോണം നോക്കുക. എന്താ ഇതിന്റെ പ്രത്യേകത? നമ്മൾ ഒന്നാമത്തെ പാർട്ട് നോൺ ഫ്രേസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തു, രണ്ടാമത്തെ പാർട്ട് വേർബ് ഫ്രേസ് അനലൈസ് ചെയ്തു. നിങ്ങൾക്കറിയാം സെക്കൻഡ് യൂണിറ്റിൽ ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന എന്താ പറയുക, പ്രിപ്പോസിഷണൽ ഫ്രേസുകളാണ്. എന്താ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ the words given bold in the above sentence are, അത് ഉദാഹരണം നോക്കി നമുക്ക് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത്. by a loud banging on the door. എന്താ ഇതിന്റെ പ്രത്യേകത? ഓഫ് മണി. എന്താ ഇതിന്റെ പ്രത്യേകത? അത് തുടങ്ങുന്നത് എന്തുകൊണ്ടാ? പ്രിപ്പോസിഷൻ കൊണ്ടാണ്. അങ്ങനെയുള്ളതിനെയാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറയാം. എന്താ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ the phrases that begin with a preposition or prepositions, right? Sorry, കേട്ടോ. അതായത് വാട്ട് ഈസ് എ പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് വെച്ചാൽ എ ഫ്രേസ് ബിഗിനിങ് വിത്ത് എ പ്രിപ്പോസിഷൻ. റെഡി അല്ലേ? ഫ്രേസസ് എന്നാകുമ്പോൾ നമുക്കിവിടെ എ വേണ്ട, പ്രിപ്പോസിഷൻസ് മതി. ക്ലിയർ അല്ലേ? തിരുത്താതെ പ്രിപ്പോസിഷന് ശേഷം ഉണ്ടാവുന്ന ഒബ്ജക്റ്റ് ആണ്. അതായത് ഇപ്പം ബൈ എ ലൗഡ് ബാങ്ങിങ് എന്ന് പറഞ്ഞാൽ ലൗഡ് ബാങ് നമുക്കറിയാം നൗൺ ഫ്രേസ് ആണ്. ആ നൗൺ ഫ്രേസ് ബൈന്റെ ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറയാം. ഓഫ് മണി എന്നുള്ളത് ഓഫിന്റെ ഏതാണ്? ഒബ്ജക്റ്റ് ആണ്. പ്രിപ്പോസിഷനും അതുപോലെ തന്നെ ഒബ്ജക്റ്റും കൂടിയ നമ്മൾ പറയുന്ന പേരാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഡിയേഴ്സ്, ഇപ്പൊ ഒന്നും കൂടി ഒന്ന് അത് നോക്കി ക്ലിയർ ചെയ്യണേ. ഓക്കെ റൈറ്റ്. എന്താണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്നൊക്കെ ഒന്ന് എഴുതിയെടുക്കണം. ഓക്കെ ഡിയേഴ്സ്, ക്ലിയർ ആയല്ലോ മക്കളെ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷൻ കൊണ്ട് തുടങ്ങുന്ന ഫ്രേസുകളാണ്. പ്രിപ്പോസിഷനും അതിന്റെ ഒബ്ജക്റ്റും കൂടിയതാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞാൽ. മക്കൾ ശ്രദ്ധിക്കേണ്ടത് പ്രിപ്പോസിഷന് ശേഷം നൗണോ പ്രോനൗണോ ആണ് ഉണ്ടാവുക. അപ്പോഴേ നൗൺ ഫ്രേസ് ആവുള്ളൂ, അപ്പോഴേ ഒബ്ജക്റ്റ് ആവുള്ളൂ. അപ്പൊ നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? നൗ ഡിയേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. ഐ ആം ഗോയിങ് ഇൻ ടു ദ ഫോറസ്റ്റ്. നമ്മൾ പണ്ട് കുറേ ഇങ്ങനെ ചെയ്തതാണ്. ഐ എന്നുള്ളതാണ് ഇതിന്റെ നൗൺ ഫ്രേസ്. ഐ ആം ഗോയിങ് ഇൻ ടു ദ ഫോറസ്റ്റ് എന്ന വേർബ് ഫ്രേസ് ആണ്. നമുക്കറിയാം തിരിച്ചറിഞ്ഞുള്ളത് വെർബ് കൊണ്ട് തുടങ്ങുന്നതാണ് വെർബ് ഫ്രേസ്, അതുവരെ ഉള്ളതാണ് നൗൺ ഫ്രേസ്. ഇനി ഐ ആം ഗോയിങ് ഇൻ ടു ദ ഫോറസ്റ്റ് വീണ്ടും നമുക്ക് എങ്ങനെ പിരിക്കാം? ഐ ആം ഗോയിങ് ഉള്ള വെർബാണ്, ഇൻ ടു ദ ഫോറസ്റ്റ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, നമുക്കറിയാം. ഇനി ഐ ആം ഗോയിങ്, ഐ ആം എന്നുള്ള ഓക്സിലറി വെർബാണ്, ഗോയിങ് മെയിൻ വെർബാണ്, ഇൻ ടു പ്രിപ്പോസിഷൻ ആണ്, ദ ഫോറസ്റ്റ് നൗൺ ഫ്രേസ് ആണ്. ഇതൊന്നായിട്ടാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ഇട്ട്, അതറിയാലോ. ഇനി ഈ ദ ഫോറസ്റ്റ് നൗൺ ഫ്രേസ് വീണ്ടും തിരിക്കാം. ദ എന്ന് നമുക്കറിയാം ഡിറ്റർമിനർ ആണ്, ഫോറസ്റ്റ് ഉള്ളത് നൗൺ ഫ്രേസ് ആണ് അല്ലെങ്കിൽ നൗൺ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഇപ്പം നിങ്ങൾ ഇത്ര ഇതൊന്നും ചെയ്യേണ്ടതില്ല. ടെക്സ്റ്റുള്ള ആക്ടിവിറ്റി ഇതാണ്. ഈ സെന്റൻസുകൾ വായിക്കുക, എന്നിട്ട് അതിൽ പ്രിപ്പോസിഷണൽ ഫ്രേസ് മാത്രം കണ്ടെത്തുക. ഇനി മക്കൾ എന്താ നോക്കേണ്ടത്? പ്രിപ്പോസിഷനും അതിനുശേഷം നൗണോ പ്രോനൗണോ വരുന്നതുണ്ടോ നോക്കുക. അത് മാത്രം എടുത്തെഴുതിയ നിങ്ങളെ പണി കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ചെയ്തു നോക്കൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്ര സിമ്പിൾ ആണ്. നിങ്ങൾ ചെയ്തു നോക്കൂ. Come into the garden with me. She wanted to go to the movie. To go എന്നുള്ളത് വെർബാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. പിന്നെ girl from the nearby city left her purse in the lab. Stories in that book were translated by my friend. She was looking for a man with money. ചെയ്ത് നോക്കണേ. പോസ്റ്റ് ചെയ്ത് ചെയ്യല്ല, തെറ്റിലേക്ക് പോകാം നമുക്ക്. ക്ലിയർ അല്ലേ? ചെയ്ത് നോക്കില്ലേ? ഫസ്റ്റ് into the garden with me. into നമുക്കറിയാം പ്രിപ്പോസിഷൻ ആണ്, വിത്തും പ്രിപ്പോസിഷൻ ആണ്. to the movies അറിയാലോ. to go എന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷണൽ ഫ്രേസ് അല്ല, അത് പിന്നെ ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയും. പണ്ട് ചർച്ച ചെയ്തതാണ്. ടുവിന് ശേഷം വെർബ് ആകുമ്പോൾ നൗണോ പ്രോനൗണോ വരുമ്പോഴാണ് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, നമുക്കറിയാലോ അത്. നെക്സ്റ്റ് ഫ്രം ദ നിയർ ബൈ സിറ്റി ഇൻ ദ ലാബ്. ഫ്രമും ഇന്നും പ്രിപ്പോസിഷൻ ആണ്. in that book, in by. for a man with money ഒന്നായിട്ടൊറ്റതിൽ കൂട്ടാം, രണ്ടും ഇതും പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്, അങ്ങനെ എടുത്ത് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? now I hope you have learned what we have discussed. Thank you for watching. If you haven't subscribed, please subscribe and share. Okay, meet again. Till then, goodbye.